നമസ്കാരം, ഇത് ഫിലിമി ബീറ്റ് മലയാളം. നടിയെ ആക്രമിച്ച കേസിൽ ശക്തമായ നിലപാടെടുത്ത സിനിമാക്കാർ ചുരുക്കമാണ്. ഗൂഢാലോചന തുറന്നു പറഞ്ഞത് മഞ്ജു വാര്യറാണ്. KB ഗണേഷ് കുമാറും മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ആഞ്ഞടിച്ചു. പിന്നെ മാക്ടയുടെ വിനയനും ബൈജു കൊട്ടാരക്കരയും. ബാക്കി എല്ലാവരും നിശബ്ദരാണ്. നടിയെ ആക്രമിച്ചത് സിനിമയിലെ മാഫിയ തന്നെയാണെന്ന റിപ്പോർട്ടാണ് ഇതിന് കാരണം. വസ്തുതർക്കവും കാശിടപാടുമാണ് നടിയെ ആക്രമിക്കാൻ കാരണമെന്നാണ് സൂചന. പൾസർ സുനി വെറുമൊരു ആയുധമായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. സൂപ്പർ സ്റ്റാറും പൾസർ സുനിയും ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്തതും മറ്റും സജീവ ചർച്ചാ വിഷയമാകുന്നു. അപ്പോൾ സിനിമയിലെ ഗൂഢാലോചനയാണ് നടിയുടെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് പറഞ്ഞത് മഞ്ജു വാര്യർ മാത്രമാണ്. ഈ സംഭവത്തിൽ നടനെ ചോദ്യം ചെയ്യാതിരിക്കാനുള്ള ശ്രമം സജീവമായി നടന്നിരുന്നു. എന്നാൽ അത് ഫലം കണ്ടില്ല. എന്നാൽ താൻ നിരപരാധിയാണെന്നും പറയുന്നത് പോലെ ഒന്നുമില്ലെന്നും നടൻ വിശദീകരിക്കുന്നു. ഇത് മുഖവിലക്കെടുത്ത് കേസ് ഒഴിവാക്കിയാൽ മഞ്ജു വാര്യർ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങുമെന്നാണ് സൂചന. പൾസർ സുനിയുടെ അറസ്റ്റിന് ശേഷം പോലീസ് എടുക്കുന്ന നിലപാടുകളും നിർണായകമാകും. സിനിമയിലെ അതിശക്തിമാനായ സൂപ്പർ താരത്തിനെതിരെ മൊഴി കൊടുക്കാതിരിക്കാൻ പൾസർ സുനിയിൽ സമ്മർദ്ദമുണ്ട്. കൊട്ടേഷനായിരുന്നു സംഭവമെന്ന് മറ്റു പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കൊട്ടേഷൻ നൽകിയ ആളിനെ കണ്ടെത്തിയേ മതിയാകൂവെന്നാണ് മഞ്ജുവിന്റെ നിലപാട്. കൊച്ചിയിലെ സിനിമാക്കാരുടെ ഒത്തുചേരലിൽ ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു തുറന്നു പറഞ്ഞിരുന്നു. സൂപ്പർ താരത്തെ രക്ഷിക്കാനുള്ള അണിയറ നീക്കമായിരുന്നു ആ ഒത്തുചേരലെന്നും മനസ്സിലായി. എങ്ങനെയും നടനെ ഗൂഢാലോചനയിൽ കൊണ്ടുവരാതിരിക്കാൻ അമ്മയിലെ മുതിർന്ന നേതാവ് തന്നെ ശ്രമിക്കുന്നു. സ്വത്തിനും കാശിനും വേണ്ടി പെൺകുട്ടിയെ ആക്രമിച്ചവർക്ക് ഒത്താശ ചെയ്യുന്നതിലെ നീതി നിഷേധമാണ് ചർച്ചയാകാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത സുഹൃത്തുക്കളോടും മറ്റും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സത്യാഗ്രഹത്തെക്കുറിച്ച് മഞ്ജു സൂചന നൽകിയെന്നാണ് പറയുന്നത്. ഇത്രയും ഗുരുതരമായ വിഷയത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും പോലും അതിശക്തമായി പ്രതികരിക്കുന്നില്ല. ബ്ലോഗ് എഴുത്തിൽ ലാൽ ഈ വിഷയം ഉന്നയിച്ചു പോലുമില്ല. ഈ സംഭവം യാദൃശ്ചികമല്ല. ക്രിമിനലുകൾ വളരെ വ്യക്തമായി ഒരുക്കിയ കെണിയായിരുന്നു അത്. ഡ്രൈവറെ വിലക്കെടുക്കുക, ഒറ്റയ്ക്കാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തുക, പിന്തുടരുക, റോഡിൽ അപകട നാടകം സൃഷ്ടിക്കുക, കാറിലേക്ക് അതിക്രമിച്ച് കയറുക, ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക് മെയിലിങ്ങിന് ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെ ഓരോന്നും നേരത്തെ ആലോചിച്ച് ഉറപ്പിച്ചതായിരുന്നുവെന്നാണ് ഇതിനകം വ്യക്തമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു പറഞ്ഞത്. അതാണ് അന്വേഷണത്തിൽ തെളിയേണ്ടത്. മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ പോർട്ടലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിമി ബീറ്റ് മലയാളം.